എടാ അതന്നെ ഞാൻ പറഞ്ഞത്, ചിലപ്പോ ശിവ കണ്ടു കാണൂല അവളെ. ഓക്കെ ശരി, ഇപ്പൊ അവര് തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ അഭിപ്രായം പറയാം. വേണ്ട പറയണ്ട, പൊക്കോ, അങ്ങനെ തന്നെ പൊക്കോ. ഞാൻ പറയും. അവളെ അഭിപ്രായം പറയാൻ സൗന്ദര്യം ഉണ്ടല്ലോ. സൗന്ദര്യോ? ശരി, സൗന്ദര്യം ഉണ്ട്, നീ പറ. ചേട്ടാ, ഇത് ഈഗോയാണ്. അവര് രണ്ടുപേരുടെ മനസ്സിലെ ഒരു ജാടയുണ്ട്. ഞാനാണ് വലുതെന്നും പറഞ്ഞോണ്ട്. അതാണ് സത്യം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവർക്ക് രണ്ടുപേർക്കും അഹങ്കാരം ഉണ്ടെന്നാണ്? അങ്ങനെയും പറയാം. രണ്ടുപേരും സുന്ദരി കോതാളാണെന്ന് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ നീ പറയണ്ട പാർവേ. ശിവാനിയുടെ സൗന്ദര്യം ഉണ്ട്, മണ്ണന്റെ സൗന്ദര്യം ഉണ്ട്, അത് നീ വിട്. ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിലേ കുറച്ചു കാലം കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ലോകമുടയായിരിക്കും. ഇവരുടെ രണ്ടുപേരുടെയും വഴക്കിന്റെ ഇടയില് നമ്മളെ ചെന്ന് കയറാതിരിക്കണയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ചേട്ടന്റെ ആരോഗ്യത്തിന് അത് തന്നെയാണ് നല്ലത്. രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് എന്തിനാ അടിമേടിക്കുന്നത്? അയ്യോ, ഞാൻ ആലോചിക്കണതേ, കുറച്ചു കാലം കഴിഞ്ഞ് മെർലിനും കേശു എങ്ങാനും കല്യാണം കഴിക്കേണ്ടി വന്ന പിന്നെ ഫുള്ള് പ്രശ്നമായിരിക്കും. കേശു മെർലിന്റെ കൂടെ നിൽക്കണം, ശിവയുടെ കൂടെ നിൽക്കണം. അങ്ങനെ അമ്മായി പേടിക്കേണ്ട ആവശ്യമില്ല. അതെന്ത്? കുറച്ചു നേരം കഴിയുമ്പോ മെർലിൻ ചേച്ചി ഏതെങ്കിലും കോടീശ്വരനെയോ അതോ ബിസിനസ്സുകാരനെ കെട്ടി പോവല്ലോ. ചേട്ടൻ മെർലിൻ ചേച്ചിക്ക് വെറും ടൈം പാസ്. 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001 900156.